Hi dears, welcome back to Fashion Week Designs. ഒരു പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഹെവി കൈൻഡ് ഓഫ് പാർട്ടി വിയർ ഐറ്റം. നമ്മുടെ പ്യുവർ റഷ്യൻ ബനാറസി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതേപോലെ അതിൽ ഫുള്ളും സിൽവർ ടോണിലാണ് ഈ ഒരു വീവിങ് പാറ്റേൺ ചെയ്തേക്കുന്നത്. ഫുൾ വീവിങ് യോക്കിൽ ഇങ്ങനെ ഒരു വലിപ്പമുള്ള ഒരു യോക്സ് പാറ്റേൺ, പിന്നെ ഓൾ ഓവർ കുഞ്ഞു കുഞ്ഞു ബൂട്ട ആൻഡ് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ ചെയ്തേക്കുന്നതുണ്ടോ. ഇതേപോലെ ഫുൾ വീവിങ് വന്നേക്കുന്ന ദുപ്പട്ട വിത്ത് സ്ലീവ്സിലൊക്കെ വർക്ക് വരുന്നുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കളർ ഷെയ്ഡ്സും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇട്ടേക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതാണ് ടോപ്പിന്റെ ലുക്ക് വന്നേക്കുന്നത്. റഷ്യൻ സിൽക്കാണ്, പ്യുവർ ഫാബ്രിക് ആണ്. റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക്സ് അല്ല, വളരെ കെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫാബ്രിക് ആണ്. അതിൽ ബ്യൂട്ടിഫുൾ വിവിങ് പാറ്റേൺ ആണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വിത്തൊക്കെയുള്ള ദുപ്പട്ടയാണ്. അതിലും ഹെവി ബോർഡറും ദാമനൊക്കെ നോക്കിയാൽ മതി, വളരെ ഹെവിയാണ്. ആൻഡ് സ്ലീവ്സും വളരെ ഹെവി ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് ഇതിൽ ചെയ്തേക്കുന്നതുണ്ട്. ഇതിലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് വീവിങ് പാറ്റേൺ ആണ് ഇതിൽ, അതായത് യോക്കിലും ദുപ്പട്ടയുടെ ബോർഡർ ചെയ്തേക്കുന്ന ആ സെയിം പാറ്റേൺ തന്നെയാണ് സ്ലീവ്സിൽ കൊടുത്തേക്കുന്നത് വിത്ത് പൈപ്പ് ചെയ്തേക്കുന്ന ദുപ്പട്ട. എന്നുള്ളത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. കുറച്ചുകൂടെ ഒത്തിരി ഓവറായിട്ടുള്ള ഹെവി വർക്കാൻ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇങ്ങനെ ലൈറ്റ് പീസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതിലും സിൽവർ ടോണിലാണ് ആ ഒരു വീവിങ് പാറ്റേൺ ചെയ്തേക്കുന്നത്. ഈ ഒരു സെയിം ഇതുണ്ട്, ഇങ്ങനെ 3 ഫ്ലവേഴ്സ് പോലത്തെ ഒരു സ്റ്റൈൽ വിത്ത് ഇത് ഈ ഒരു പോർഷനോട്ട് വരുന്നുണ്ട്. പിന്നെ സ്കാറ്റർ ചെയ്തിട്ട് ചെറിയ ചെറിയ മാംഗോ ഡിസൈനും അതിൻ്റെ ലീഫൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഓൾ ഓവർ ടോപ്പിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ്റെയും യെല്ലോയുടെയും ഒക്കെ ഒരു ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ്. ആൻഡ് ഇതാണ് എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത്. സൈഡിലാണ് സ്ലീവ്സിന് വേണ്ടി കൊടുത്തേക്കുന്നത് ആ ഒരു വീവിങ് പാറ്റേൺ സെയിം തന്നെ. ദുപ്പട്ടയും സെയിം കളറിൽ സെയിം സിൽവർ ടോണിലുള്ള ഒരു ഹെവി വീവിങ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. എല്ലാം വളരെ റിച്ച് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. പേസ്റ്റൽ ആണെങ്കിലും അതിൻ്റെതായ ലുക്ക് ഉണ്ട്. ഇത്രയും സിൽവർ ടോണിലായതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയാണ് കാണാനായിട്ട്. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ബോട്ടം സാൻഡൂൺ, ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് വെയർ ചെയ്തേക്കുക. ഈ ഒരു കളർ ഷെയ്ഡ് നോക്കി, അതായത് ഒരു ലൈറ്റ് മീൻ ഗ്രീൻ ടോൺ സിൽവർ ടോണിൽ തന്നെയുള്ള വീവിങ് പാറ്റേൺ ആണ്. ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഈ ഒരു റഷ്യൻ ഫാബ്രിക്കിൽ കണ്ടായിരുന്നു. അതിൽ ഞാൻ പീസ്റ്റൽ ഷെയ്ഡായിരുന്നു യൂസ് ചെയ്തത്. ഇതിൽ ചെറുകൊണ്ടാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കാണിച്ചത്. രണ്ടിനും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. എന്നാൽ തീർത്തും അങ്ങനെ ബോറൊന്നുമല്ല, നല്ല കളർ ഷെയ്ഡാണ്. പേസ്റ്റൽ യൂസ് ചെയ്യുമ്പം ഇത്രയും ഹെവി വർക്ക് നമുക്ക് അത്രയും ഓവറായിട്ട് തോന്നത്തില്ല. ഒത്തിരി ഹെവി ആയിട്ട്, അതായത് ഒത്തിരി ഹെവി വർക്കാണ് ചിലവർക്ക് ഇങ്ങനെ ഈ വർക്ക് കാണുമ്പോൾ തന്നെ തോന്നും. അപ്പം ലൈറ്റ് ഷെയ്ഡ്സ് സെലക്റ്റീവ് ആണെങ്കിൽ അത്രയും ഹെവി ആയിട്ട് തോന്നൂല. എന്നാൽ അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. നല്ലൊരു യോക്ക് പാറ്റേൺ ഒക്കെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതുണ്ടോ. ഇതാണ് അതിൻ്റെ വീവിങ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ടോപ്പിലും ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ബോർഡറിൽ ഇതുണ്ട്, ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള വീവിങ് ആണ്. സിൽവർ ത്രെഡ്സും കൊണ്ടുള്ളൊരു വീവിങ് പാറ്റേൺ ബോർഡേഴ്സ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാമനിലൊരു എൻഡിൽ വരുമ്പം ഒരു ഹെവി ബോർഡർ പോലത്തെ പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും വലിപ്പമുള്ളൊരു ബോർഡർ പോലെയാണ് താഴെ വരുമ്പം ചെയ്തേക്കുക. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. അടുത്ത കളർ ഷെയ്ഡ് ഒരു വൈൻ ഷെയ്ഡാണ്. വൈനും ഗ്രേപ്പും കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. പാറ്റേൺസ് സെയിം തന്നെ, സിൽവർ ടോണിലുള്ള വീവിങ് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിലും പ്യുവർ ഫാബ്രിക് സെയിം പാറ്റേണിലുള്ള വീവിങ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ ഷെയ്ഡാണ്. അതൊരു പിങ്കും അതിലൊരു ലൈറ്റ് പീച്ച് മാവോ ഒക്കെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡുണ്ട്. അങ്ങനത്തെ ഒരു ടോണാണ് വന്നിരുന്നുണ്ട്. ഈ ഒരു കളർ ഷെയ്ഡ് റെയർ ആയിട്ട് കാണുന്ന ഒരു കളർ ഷെയ്ഡാണ്. എല്ലാം നല്ല അടിപൊളി കളർ ഷെയ്ഡ്സ് ആൻഡ് പാറ്റേൺ. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് പ്യുവർ റഷ്യൻ ബനാറസി ഫാബ്രിക്കിലാണ് ഈ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയാണെങ്കിലും വളരെ വിത്തും ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുക. ആൻഡ് ടോപ്പ് ഹെവി പാറ്റേൺ. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് ആണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.